ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കായിരുന്നു, ചിലരൊക്കെ വെള്ളം കിട്ടാതിരുന്ന മീനിന് വെള്ളം കിട്ടും പോലെ ആരാധനയ്ക്ക് വരുമ്പം ചിലയിടങ്ങളൊക്കെ പോയി ഭയപ്പെടുത്തി വിറപ്പിച്ചൊക്കെയാണ് ചിലർ വിറപ്പിക്കണം. ഇത് അഴിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ, ഇത് കെട്ടാ, ഇത് ബന്ധനമാ, ഇത് പോരാട്ടമാ, ഇത് ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വിറപ്പിച്ചതല്ല ബൈബിൾ. തെറ്റിദ്ധരിക്കപ്പെടരുത്. അഭിഷക്തനാണോ നീ? കാല് വയ്ക്കുന്നിടത്ത്. കൃപയിലാണോ നീ? കൈ ഉയർത്തുന്നിടത്ത്. വിശ്വസിക്കുന്നവർ മാത്രം എന്നോട് ആമേൻ പറഞ്ഞാട്ട്. ഞാൻ പറയും, കുഴപ്പങ്ങൾ അവിടെ നിൽക്കട്ടെ, മന്ത്രങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്നോടുള്ളവൻ അവനോടുള്ളവനേക്കാൾ ഇന്ന് പകൽ ആമേൻ പറഞ്ഞാട്ട്. ഞങ്ങളോടുള്ളവൻ മറ്റുള്ളവരുള്ളവരെക്കാൾ വലിയവനെന്ന് ഉറപ്പുള്ളവർ കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ട്. അപ്പൊ ഈ കുഴപ്പിക്കുന്നവർ അടുക്കള ചെന്ന് ഇരുന്ന് കളയില്ല. നമ്മളും കൂടെ ആകപ്പാട് ശരിയായിരിക്കാം, ഈ രോഗം മാറാത്തത്, ഈ ബന്ധനം അഴിയാത്തത്, ഈ വീട് കിട്ടാത്തത് ശരിയായിരിക്കാം. പ്ലീസ്, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവൻ്റെ മേൽ കൈപിടിക്കണം. വാഗ്ദത്തം ഉള്ളവൻ്റെ കൂടെ കൂടാരമടിക്കണം. വാഗ്ദത്തം ഉള്ളവൻ്റെ കൂടെ ഇരുന്ന് വെള്ളം, ഭക്ഷണം ആരാധിക്കണം. അപ്പം നിനക്കും ജീവൻ വരും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ചിലത് ജീവൻ പ്രാപിച്ചത്. ഇന്ന് എന്തിയേ മരുന്ന് കുപ്പി എന്തിയേ? പണ്ട് 7 ദിവസം ഉണ്ടെങ്കിൽ 8 ദിവസം ഹോസ്പിറ്റലിലായിരുന്നോ? 450 അല്ലേ ഡയബറ്റിക്ക്? കണ്ണിന് കാഴ്ചയില്ലല്ലോ. ബ്ലഡിനും കുഴപ്പമുണ്ടല്ലോ, തൈറോയിഡിനും കുഴപ്പമുണ്ടല്ലോ, ബ്രദറെ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്നിട്ടും എന്തേ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നേ? നീ ഇവിടെ കേൾക്കുന്നില്ലേ ഈ വചനങ്ങൾ, ഈ ആരാധനയില്ലേ? ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞ് എന്നതാ? നീ ഇന്ന് ഇവിടെ നിന്ന് ആശ്വാസത്തോടെ പോകുമ്പോൾ ഇതെന്നതാ? നീ ചിന്തിക്കുന്നത് എന്തുവാ? ഈ 2:30 മണി വരെ അല്ലെങ്കിൽ 1:45 മണി വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം നിനക്ക് എന്താ കിട്ടും? നീ അറിയുന്നില്ല. നീ അറിയപ്പെടാത്ത ഒന്ന് നിന്റെ അകത്തോട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ശക്തിയോടെ ഹല്ലേലൂയ ഇൻ ജീസസ് നെയിം. എൻ്റെ നട്ടലിന് ഒരു ആക്സിഡൻറ്റിൽ ഈ ഡിസ്ക് പോയതാ. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ എനിക്ക് ഈ അങ്കിളുമാരൊക്കെ ഇരിക്കുന്ന പോലെ ചില സമയങ്ങളിൽ ഇരിക്കാൻ പറ്റാത്തതിനൊക്കെ ഇരുന്നു ഒത്തിരി ദൈവകൃപയാൽ. അതുകൊണ്ട് ഇന്ന് നിൽക്കാൻ പറ്റുന്നു. മുട്ടുമേ തന്നെ നിൽക്കാൻ പറ്റുന്ന സമയം ഉണ്ടായിരുന്നു എൻ്റെ നല്ല ടൈം. ഇന്ന് നല്ല ടൈമാണ്, മരിക്കുന്നവരെ നല്ല ടൈമാണ്. ഞാൻ ഒരിക്കലും പറയത്തില്ല വയ്യ മേലാന്ന്. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ എന്നെ നോക്കി പറയും, എൻ്റെ വേണ്ടപ്പെട്ടവരോട് പറയും. ഞാനൊരു കാര്യം ആത്മാവിൽ പറയാം. ഈ വചനത്തിൻ്റെ മർമ്മം പിടികിട്ടിയപ്പം എനിക്ക് മനസ്സിലായി, കർത്താവെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെ ഉള്ളപ്പം എനിക്കൊരു ടൈം നീ വച്ചിട്ടുണ്ടല്ലോ, ഒരു ദിവസം നീ കുറിച്ചിട്ടുണ്ടല്ലോ. ഉറപ്പാണ്. അവർ മാത്രം ഒന്ന് കൈ ഉയർത്തിയേ. അതിനു മുൻപ് എന്നെ ഒന്നിനും കൊല്ലാൻ പറ്റത്തില്ലെന്ന് ഉറപ്പുള്ളവർ. ചില സമയങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ തീ കത്തുന്ന പോലെ കയറി വരുമ്പോഴും വാഗ്ദത്തം സംസാരിക്കാൻ തുടങ്ങും. 1 അല്ല 2 അല്ല, നിനക്ക് 10,000 പേരെ ഞാൻ തരും. ഞാൻ നിന്നെ ഉന്നതികളിൽ വാഹനമേറും. മക്കളെ നന്മ നീ കാണും. കുടുംബമായി ശുശ്രൂഷിക്കും. അപ്പം ഈ തീ പോലെ പ്രശ്നങ്ങൾ വരുമ്പം എൻ്റെ വാഗ്ദത്തം എഴുന്നേറ്റ് സംസാരിക്കും. അപ്പം ഞാൻ പറയും, എരിയുന്ന തീച്ചൂളയ്ക്കെന്നെ, ഈ സിംഹക്കുഴിക്കെന്നെ. നിങ്ങളെ പ്രതികൂലം കയറി വരുമ്പം നിങ്ങളെ വാഗ്ദത്തം എഴുന്നേറ്റ് എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് പറഞ്ഞുകൂടെ. പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ, പ്രതികൂലങ്ങൾ കയറി വരുമ്പോൾ നിങ്ങളുടെ വാഗ്ദത്തം എഴുന്നേറ്റ് സംസാരിക്കണം. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ എഴുന്നേറ്റ് സംസാരിക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞു കൊടുത്താട്ട്. ഹല്ലേലൂയ. പൗലോസ് പറയുവാണെങ്കിൽ എൻ്റെ മേലൊരു പിടി വീണ് കിടക്കുന്നു. എൻ്റെ മേൽ എന്ത് ചെയ്യുകയാണ്? അടുത്ത വാക്യം എന്തുവാ? ലഭിച്ചു കഴിഞ്ഞു വന്നോ? തികഞ്ഞവനായൊന്നല്ല, ഞാൻ ക്രിസ്തയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ഇനി അടുത്ത് ശ്രദ്ധിക്കണേ, വാക്യം ശ്രദ്ധിക്കണേ. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. അടുത്ത്, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും. എങ്ങനെ? എല്ലാവരും വചനത്തിലേക്ക് വാ. പിൻപിലുള്ളത് മറന്നും അടുത്ത് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് അടുത്ത് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഒരുമിച്ച് പറയണം. എന്താ വിളിയാ? എന്റെ മേലുള്ള വിളി ഏതുവാ? ഉറക്കെ പറയാതെ. ഓ ഹല്ലേലൂയ. ഒരു വിശുദ്ധന്റെ വിളി അപ്പുറത്ത് കിടക്കുവാണ്, അടുത്തൊരു വിളി കിടക്കുവാണ്. അതെന്ത് വിളിയാണ്? ആ വിളിയുടെ പ്രത്യേകത ലക്ഷ്യത്തിലെത്തിക്കും ദൈവം നമ്മളെ. വേണ്ടേ? ഈ ഓട്ടത്തിന്റെ ഇടയിൽ ഈ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കാൻ ഈ പൗലോസിന്റെ കാലത്തെ ഒളിമ്പിക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഒളിമ്പിക്സിന്റെ പ്രാധാന്യം കൂടുതൽ. അന്നും ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ഒളിമ്പിക്സിൻ്റെ ആ ഒരു സംഭവമൊക്കെ വെച്ചാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. ചരിത്രങ്ങൾ വിവരിക്കാൻ സമയമില്ല, അതിനായിട്ടൊരു ആമയം പറയാം, വിവരിക്കാം, ഒരു ആത്മമർമ്മം വിവരിക്കാം. പൗലോസ് പറയുവാണ്, ഈ ഞാൻ ഓടുന്ന ഈ ട്രാക്കിൽ വിഷ്ണുപ്രദീപ് വന്ന് ഓടാൻ പറ്റുകയില്ല. അപ്പുറത്തേക്കുന്ന ആ പുള്ളിയുടെ പേരെന്തുവാ, മാർക്കൊക്കെ ഇടുന്ന പുള്ളിയുടെ പേര്, വിധിക്കുന്ന ആളിൻ്റെ പേരെന്തുവാ, ജഡ്ജിയല്ലേ. ആ പുള്ളിക്കാരൻ നിന്നെ അപ്പുറത്തോട്ട് വെടിവെച്ച് ഇപ്പുറത്തോട്ട് മാറ്റും, ജഡ്ജസ്. നിൻ്റെ ട്രാക്ക് അതാണ്, അവിടെ നിൽക്കാവൂ. രാമൻ പറഞ്ഞ കേട്ടോ, എൻ്റെ ട്രാക്കിൽ കയറി ഷീജ ശോഭൻ രാജിനും കയറാൻ പറ്റുകയില്ല, എൻ്റെ ട്രാക്കിൽ ഞാൻ തന്നെ നിൽക്കണം. പക്ഷേ അപ്പുറത്തെ ശത്രു പറയുന്നത്, ഈ വരയിൽ നിന്ന് ഇപ്പുറത്ത് ചാടിയാൽ ഞാൻ തോറ്റു. എൻ്റെ ശ്രദ്ധ അപ്പുറത്ത് ഗാലറിയിൽ കൈയടിക്കുമ്പം സച്ചിൻ ടെണ്ടുൽക്കറും പിന്നെ അതുപോലെ ഗാംഗുലിയും ഒക്കെ അങ്ങനെ അടിച്ചു വിടുമ്പം പുള്ളിക്കാരൻ്റെ ശ്രദ്ധ അപ്പുറത്ത് ഭാര്യ ഇരുന്ന് കൈയടിക്കുന്നു. ഒന്ന് നോക്കിയാൽ പുള്ളിയുടെ ബാറ്റിംഗ് തീർന്നു. സൗന്ദര്യമുള്ള പെൺകുട്ടികൾ അപ്പുറത്ത് നിന്ന് നൃത്തം ചെയ്യുന്നു. ആമേൻ. ഈ ബാറ്റിങ്ങിൻ്റെ ഇടയിൽ ആ കണ്ണ് അങ്ങോട്ട് പോയാൽ സംഗതി തീർന്നു. ജയിക്കാൻ കൊതിയുള്ളവർ, ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ കണ്ണിനെ ക്രൂശിക്കും, ആ കയ്യെ ക്രൂശിക്കും. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആരാവാരങ്ങളെ കേട്ടില്ലെന്ന് വരും. അവൻ്റെ ആഗ്രഹം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൈയടിക്കുന്നവരും കൊട്ടുന്നവരും നൃത്തം ചെയ്യുന്നവരൊക്കെ കാണും. പക്ഷെ എൻ്റെ ആഗ്രഹം ആ മുമ്പേ ഇരിക്കുന്ന ബിരുദാണ്. ഇന്ന് പകൽ somebody shout, ഇന്ന് പകൽ ഹല്ലേലൂയ. നിന്നെ തെറ്റിപ്പിക്കാൻ പലരും കാണും, നിന്നെ തെറ്റിപ്പിക്കാൻ കാണും, നിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കാൻ പലരും കാണും. ഇന്നത്തെ വചനം മനസ്സിലാകുന്നവർ കൈകളെ ഉയർത്തി നല്ലൊരു ആമേൻ പറ. ഈ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കാൻ കുറെ കൂട്ടുകാർ കാണും. നിന്റെ അപ്പുറത്ത് കുറെ പേർ നിന്റെ ശ്രദ്ധ മാറ്റാൻ കാണും. അത് വാട്സപ്പ് ആയിരിക്കാം, അത് ഫേസ്ബുക്ക് ആയിരിക്കാം, അത് അരുതാത്ത ബന്ധങ്ങളായിരിക്കാം, അത് ചില ബന്ധനങ്ങളുമായിരിക്കാം. പക്ഷേ കൃപയുള്ളവൻ പറയും, വിശുദ്ധന്റെ പുറകെ നിൽക്കണേ. പരമവിളിയാ എൻ്റെ മേലുള്ളത്. ഉറക്കെ പറ, ആരുടെ പുറകാ നിൽക്കണേ? വിശുദ്ധന്റെ പുറക. പിന്നെ അടുത്ത് പരമവിളിയാ. അപ്പുറത്തും ഇപ്പുറത്തും ഗാലറിയിലെ കൈകൊട്ടല്ല എൻ്റെ പ്രശ്നം, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പോരാട്ടമല്ല എൻ്റെ വിഷയം. ആമേൻ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറക്കുന്നു. ആമേൻ പറയണം. അടുത്തത് മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ. എന്താ എൻ്റെ മേലുള്ള വിളി? പരമവിളിയുടെ. ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ. അടുത്ത് വിരുദിനായി. ഒരു ആമേൻ പറ. ഈ വിളിയുടെ പ്രത്യേകത, പരാജയപ്പെടാൻ ദൈവം, ഇടയ്ക്ക് ഇടറി വീഴാൻ ദൈവം, ആ ബിരുദ് പ്രാപിക്കുന്നത് വരെ. സഭയുടെ ആമേൻ പോരാ. ആ ബിരുദ് പ്രാപിക്കുന്നത് വരെ ഒരു മന്ത്രവാദത്തിനും ഒരു ക്യാൻസറിനും ഒരു പോരാട്ടങ്ങൾക്കും ഒരു ലോകശക്തികൾക്കും എന്നെ തളർത്തിക്കളയാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ളവർ. ഈ വിളിയുടെ പ്രത്യേകത പരമവിളിയാ. ഈ വിളിയുടെ പ്രത്യേകത എന്തുവാ? എൻ്റെ തലമേലുള്ള വിളിയുടെ പ്രത്യേകത എന്തുവാ? പരമവിളി. ആ വിളിയുടെ പ്രത്യേകത, ബിരുദു പ്രാപിക്കും ഞാൻ. സഭ ഇന്ന് അഭിമാനത്തോടെ പറയണം, ഈ പ്രശ്നങ്ങൾ എന്നെ തളർത്തത്തില്ല, ഈ പ്രതികൂലങ്ങൾ എന്നെ തളർത്തത്തില്ല, ഈ നിന്ന എന്നെ തളർത്തത്തില്ല, ഈ വേഗത കുറയ്ക്കാനുള്ള പോരാട്ടങ്ങളും രോഗങ്ങളും എന്നെ തളർത്തത്തില്ല. എൻ്റെ ബിരുദം ഞാൻ പ്രാപിക്കും. കാരണം എൻ്റെ തലമേലുള്ള വിളി പരമവിളിയാണ് എന്ന് ഉറപ്പുള്ളവർ കൈകളെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ കയറി വായിക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ആമേൻ. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. രാമൻ പറ. മുള വെട്ടുന്നവരും ഈറ വെട്ടിയവരും ഒക്കെ ഉള്ളവർ കൈ ഒന്ന് ഉയർത്തി പിടിച്ച്. പോയവർ, കാട് കണ്ടവർ, തീപ്പെട്ടിയില്ലേലും തീ വയ്ക്കാൻ പോയില്ലേലും അങ്ങളെ വെറി സമയങ്ങളിൽ മുള ഉരസി എന്നെ എല്ലാവരും കയറി വാ, പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോകണം, ഭയങ്കര അത്ഭുതം നടക്കുന്ന ദിവസമായത്. തീ കത്തും. അതൊരു അപൂർവ കാഴ്ചയല്ല, അതൊരു സാധാരണ. മക്കളുണ്ടോ? ഫ്രണ്ട് ഇരിക്കുന്ന മക്കളുണ്ടോ? അത് സാധാരണ കാഴ്ച. പുറകെ ഇരിക്കുന്നവരുണ്ടോ? അത് സാധാരണ. ഈ മോശ അമ്മായിയപ്പൻ്റെ പേരെന്തുവാ? ആ ഇത്രോവിൻ്റെ ആടുകളുമായിട്ട് പോകുന്ന മുഴുവനും മലയുടെ മുകളിലാണ്. കാടാണ്. ഇന്നത്തെ പോലെ റോഡില്ല. ഇസ്രായേലിൽ ഇപ്പോൾ നല്ല റോഡായി, പോയിട്ടില്ല. പോകാം, സഭ ഒരുമിച്ച് പോകാം. ഈ ചില വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചെടുത്താൽ വിടുതലാണ്. അപൂർവ കാഴ്ചയല്ല, അതൊരു സാധാരണ കാഴ്ചയാണ്. ഈ മോശ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു മുൾപ്പടപ്പ് ദേൻ്റെ കത്തുന്നു. അതിനകത്തേക്ക് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഇലകളെല്ലാം പച്ചയായി നിൽക്കുന്നു. ഞാൻ അതിനൊരു ദൂത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, കേട്ടവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒടിഞ്ഞു കുത്തിയ ഒരു മാടത്തിൽ, സ്വർഗം ഇറങ്ങിയ ആ മാടത്തിൽ ഇരുന്നുകൊണ്ടൊരു സ്വർഗം
പ്രവചിച്ച ഒരു പ്രവചനം കേട്ടവർ ഇന്നിപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഒന്നും കൂടെ ഓർമ്മ വരും. ഈ തൊട്ടടുത്ത് ഈ മുൾപ്പടപ്പ് കത്തുമ്പോൾ ഈ മുൾപ്പടപ്പ് മാത്രമല്ല, അടുത്തും വേറെ മുൾപ്പടപ്പുകൾ. പക്ഷെ തമ്പുരാന് ആഗ്രഹിച്ചത് അപ്പുറത്ത് ചാഞ്ഞും ചരിഞ്ഞും ഉണങ്ങി നിൽക്കുന്ന മുൾപ്പടപ്പിനല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പച്ചയായി നിൽക്കുന്ന ഒരു മുൾപ്പടപ്പിനെ എടുത്തു. ഈ കത്താൻ തുടങ്ങിയപ്പോൾ അടുത്ത മുൾപ്പടപ്പ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരുത്തൻ നിന്ന് ഉരസി കത്തിയതാ, ചാമ്പലായി. വേറൊരുത്തനും കത്തിയതാ, ചാമ്പലായി. നീ ഇപ്പോൾ ചാമ്പലാവൂടോ എന്ന് പറയുമ്പം ഈ കത്തിയ മുൾപ്പടപ്പ് പറയുക, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസിയപ്പോൾ കത്തി കേട്ടോ, പക്ഷെ ഞാൻ കത്തിയത് അങ്ങനല്ല. ഞാൻ കത്തിയത് അടുത്ത വീണ്ടും അപ്പുറത്ത് പറയുക, എത്ര നാൾ കാണും ഈ പ്രവചനം, എത്ര നാൾ കാണും പള്ളിയിലെ പോക്ക്, എത്ര നാൾ കാണും ഈ കർത്താവിന് വേണ്ടി കൊടുപ്പ്, അടുത്ത് ഈ പുള്ളി പറയുക, അവരും പോയതുപോലെയൊന്നും അല്ലടാ. ഹലോ, സഹോദരങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? അവരും പോയാലോ? നിന്റെ ഈ കത്തലും നിന്റെ ഈ തുള്ളലും ചാട്ടലും ഒക്കെ കുറെ കാലം കഴിയുമ്പോൾ തീരുവോടാ എന്ന് അപ്പുറത്ത് പറയുമ്പം വീണ്ടും ഉൾപ്പെടെ, എടാ അങ്ങനെ അല്ലടാ, ഞാൻ പ്രവാചകൻ കൈവച്ചപ്പോഴല്ല, ഞാൻ പാസ്റ്ററിങ്ങനെ നുന്തിത്തള്ളിയപ്പോഴല്ല, ഞാനിങ്ങനെ ചുമ്മാ നിന്നപ്പോൾ കാണാൻ സ്വർഗത്തിൽ നിന്ന് ഒരു തീ ഇങ്ങോട്ട് താഴോട്ട്. അങ്ങനെ ഒരു അനുഭവം ഉള്ളവരിവിടെ ഉണ്ടോ? ഈ തട്ടുമുറം പൊളിച്ചോണ്ട് ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അവരോട് ഞാൻ പറയാം, കോള് വരും, കാറ്റ് വരും, തിരമാല വരും, തകരാൻ ദൈവം അനുവദിക്കാല. ഹല്ലേലൂയ. നിന്നെ കെടുത്തി കളയുന്ന, നിന്നെ പറപ്പിക്കുന്ന, നിന്നെ തകർത്തു കളയുന്ന ചില തീയുടെ ശോധന വരും. പക്ഷെ നീ കെട്ടുപോകാൻ ദൈവം. മുൾപ്പടപ്പിനകത്തുനിന്ന് ഒരു ശബ്ദം, മോശേ മോശേ. എന്തിനാണ് ആ വിളി? ആ വിളിയുടെ പ്രത്യേകത ഒരു ജനതയെ നയിക്കാൻ. ഇതിനകത്ത് കത്തുന്ന ശോധനയ്ക്കകത്ത് നിന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരോടുള്ള ദൂതാണ്, സഭയോടുള്ള ദൂതാണ്. ദൈവം ചിലരെ വിളിച്ചത് നിന്നിലൂടെ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, നിന്നിലൂടെ ചില ദേശങ്ങളെ, രാജ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ. അങ്ങനെ കത്തുന്ന ചിലര്, ശോധനയിൽ കത്തുന്നവര് ഇതിനകത്തുണ്ടെങ്കിൽ ഭയപ്പെടരുത്. ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പോ നീ ഒരു രാജ്യമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയും, എരിയുന്ന തീച്ചുളയ്ക്കും ഈ കഷ്ടതയ്ക്കും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. മോശയാകുന്ന ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് തീയിലൂടെ പോണേ. പക്ഷെ ചില ദിവസങ്ങൾ കഴിയുമ്പം ഒരു ചെങ്കട അങ്ങോട്ട് പിളർക്കും. ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പം ഒരു ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു വിളി ഉണ്ടാകും. ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പം 6 പേരല്ല 6 ലക്ഷത്തിൽ പരം വരുന്ന ജനവുമായി കൃപയുള്ളവർ ആമേൻ പറഞ്ഞ് ആരാധിച്ചോണം. 6 പേരല്ല, 6000 അല്ല, 6 ലക്ഷത്തിൽ പരം വരുന്ന സഭ അത് കാണാൻ പോവുക. പ്രവചിക്കുകയാണ് ഞാൻ, സഭ അത് കാണാൻ പോവുക. അത് കാണാൻ പോവുക. അതിനായി തീ എന്ന് പറ, അതിനായി തീച്ചൂള, അതിനാണ് ഈ നിന്ന. അവസാനമായി 1-2 മിനിറ്റ് നേരം ദൈവത്തെ മഹത്വപ്പെടുന്നതിന് മുൻപ് ഒന്ന് കൈകളെ വീശി ഹല്ലേലൂയ പറഞ്ഞേ. നമ്പർ 1 ഒരു വിശുദ്ധന്റെ വിളി. നമ്പർ 2 പരമവിളി. നമ്പർ 3 അഗ്നിജ്വാലക്കത്തുള്ള ഒരു അകത്തു നിന്നുള്ളൊരു വിളി, തീയുടെ വിളി. എൻ്റെ മേല് നിങ്ങൾ ഒന്ന് പറയണം ഏത് വിളിയാണ് കിടക്കുന്നതെന്ന്. ഞാൻ ഈ പറഞ്ഞപ്പോഴല്ല, നിങ്ങളെ വിളി ഇന്ന് എഴുതിയിട്ടേ പോവാവൂ. ഒരു തീയുടെ വിളി, ഈ തീക്കകത്തുള്ള വിളി. അപ്പുറത്തിന് ഇപ്പുറം നിൽക്കുന്നവർ പറയും തീർന്നു, കരിഞ്ഞുപോയി. എന്നാൽ തീ കത്തിയവൻ പറയും അല്ല, ഇത് കത്തിത്തീരേണ്ട കത്തലല്ല, ഇത് കത്തി അവസാനിക്കേണ്ട ആരാധന അല്ല, ഇത് ഒതുങ്ങേണ്ട പ്രാർത്ഥന അല്ലത്. ഇത് ചിലതിനൊക്കെ പ്രസവിപ്പിക്കാൻ പോകുന്ന, ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്ന, ചിലതിനെ മുൻപിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു കഷ്ടതയുടെ തീയാണെങ്കിൽ എൻ്റെ അമ്മ കൈയടിച്ച് ആരാധിക്കണം. എൻ്റെ സിസ്റ്ററെ, കുഞ്ഞെ, എൻ്റെ മാതാവേ, പിതാവേ, നീ കൈയടിച്ച് ആരാധിക്കണം. നീ ചിരിക്കാൻ പോകുകയാണ്, നീ കൈയടിച്ച് ആമേൻ പറയും. ഇന്ന് പകൽ ഒരു വാഗ്ദത്തത്തിലേക്ക് കയറാൻ പോകുകയാണ്. ആ യോർദാൻ കഴിഞ്ഞ് ഒരു കൊയ്ത്ത് കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. സത്രക്കാരനോട് പറഞ്ഞിട്ട് പോയി, വല്ലതും നിങ്ങൾ അധികം ചെലവിട്ടാൽ ഞാൻ വരുന്നുണ്ട്, ഇനിയും ഇരട്ടി നിനക്കൊക്കെ തന്നിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. വരുന്നുണ്ട് എൻ്റെ അപ്പൻ. കണക്ക് തീർത്ത് ദേശത്തിന് പകരം കൊടുത്ത് നിന്നെ വീണ്ടെടുക്കാൻ എൻ്റെ അപ്പൻ വരുന്നുണ്ട്. ഒന്ന് കൈകളെ തട്ടി ഹല്ലേലൂയ പറ. അവസാനമായി കൈകളെ തട്ടി നന്നായി ആമേൻ പറ. ഞാനൊരു വഴിപോക്കനല്ല, എന്നെ എൻ്റെ കർത്താവ് വിളിച്ചതാണ്.
ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചോണ്ട് ഹല്ലേലൂയ പറ. എന്നെ ആരോ കൊണ്ടിട്ടതുപോലെയാണ് ചിലരൊക്കെ ഇന്നലെ വരെ ഇരുന്നത്. എന്നെ ഇവിടെ എന്തോ കൊണ്ട് ഇത്ര നേരം വരെ പിടിച്ചിരുത്തുന്നവർ അല്ലല്ല. ദൈവം നമ്മളെ ഇതിനകത്ത് വിളിച്ചു കൊണ്ടുവന്നതാ. നിന്റെ പേരെന്തുവാ? ഹല്ലേലൂയ സുലൈമാൻ എന്നാന്നോ? അയ്യോ ഞാൻ ഇന്ന ജാതി അല്ല, നീ ദൈവത്തിന്റെ കുഞ്ഞാ. നിന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്നു. നിന്റെ പേരെന്താണ്? സുന്ദരക്കുട്ടൻ എന്നാന്നോ? നിന്നെ ദൈവം വിളിച്ചിവിടെ കൊണ്ടുവന്നു. അയ്യോ മാധവന് മുഹമ്മദ് മത്തായി എന്നാന്നോ? നിന്റെ പേര് ചൊല്ലി അവൻ ഇതിനകത്ത് കൊണ്ടുവന്നു. ഇനി നിനക്കുള്ളവനല്ല, നീ താനുള്ളവനല്ല ഇനി. അതാണ് ആ വചനം. പിന്നെ നമ്മള് ഇനി അവൻ്റെ മക്കളാ, ഇനി കർത്താവിൻ്റെ മക്കളാ. ഇനി കർത്താവ് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? വിലയ്ക്ക് വാങ്ങിയിരിക്കും. രാമൻ പറഞ്ഞാട്ടെ, ഞാൻ ദേണ്ട ഒരു കാർ മേടിച്ച് വെച്ചിരിക്കുവാണ്, എൻ്റെ പേരിലാക്കിയിരിക്കുവാണ്. എൻ്റെ പേരിലാണ് അതിൻ്റെ RC ബുക്ക്, എൻ്റെ പേരിലാണ് അതിൻ്റെ ലൈസൻസ് ഒക്കെ. ആമേൻ ഹല്ലേലൂയ. ആരോ വന്ന് പറയുന്നു, ഷാജി വന്ന് പറയുക, പാഷ ഞാൻ കൊണ്ടുപോവാണെ, സ്നേഹം കൊണ്ട് കൊടുക്കും, പക്ഷേ അവകാശം വിട്ടു കൊടുക്കുകയല്ല, കാരണം ഞാൻ വില കൊടുത്ത് മേടിച്ചതാണ്. സാത്താൻ വന്ന് പറയുവാണ്, പണ്ട് നിൻ്റേതായിരുന്നു ഈ സിസ്റ്റർ. സാത്താൻ പറയുക, പണ്ട് ആ വീട് എൻ്റെ ആയിരുന്നു. കർത്താവ് വന്ന് പറയും, പോടാ പിശാചേ. ആമേൻ 2015 വരെ നിൻ്റേതായിരുന്നു, പക്ഷേ 2015 ഡിസംബർ മാസത്തിൽ അവൾ രക്ഷിക്കപ്പെട്ടു, അവൾ സ്നാനപ്പെട്ടു. അന്ന് ഞാൻ അവൾക്കൊരു മുദ്ര ഇട്ടിരിക്കുന്നു. അന്ന് മുതൽ അവൾ എൻ്റെയാണ്. ഞാൻ എന്നിട്ട് സ്വർഗീയ കൂടാരം വന്ന ഈ മുന്തിരി തോട്ടത്തിനകത്ത് കൊണ്ട് നട്ടുവെച്ചിരിക്കുന്നു. അയ്യോ വാടിക്കുഴഞ്ഞു പോകാനല്ല, നേരെ വളരാൻ, ഫലം കായ്ക്കാൻ. അങ്ങനെ ആത്മാവിൽ ഉറപ്പുള്ളവരെല്ലാം ഷൗട്ട് ഹല്ലേലൂയ. അവസാനമായി ഹല്ലേലൂയ. വിശുദ്ധ വിളി, പരമവിളി, ഒരു തീയുടെ വിളി. ഇനി വേറൊരു വിളിയുണ്ട്. പണ്ട് പാപം ചെയ്തപ്പം കർത്താവ് ഒറ്റൊരു വിളി വിളിച്ചു. തോട്ടത്തിൽ ഇറങ്ങി വന്ന്, ആദാമേ. പാപം ചെയ്ത് നഗ്നനായെന്ന് മനസ്സിലാക്കി ആദാം ഒളിച്ചപ്പം 3-ാം അധ്യായത്തിലാ തോന്നുന്നു, അവിടെ ഒരു വിളി, ആദ്യത്തെ വിളി വിളിച്ചു, ആദാമേ. ആ വിളി ഇന്നും ഇവിടെ മുടങ്ങുകയാണ്. വഴിതെറ്റിപ്പോയെങ്കിൽ, വന്നെടുത്ത് ദൈവം പിടിച്ചിരുത്തിയെടുത്തുനിന്ന് ഓടിപ്പോയെങ്കിൽ ഒരിക്കൽ കൂടെ വിളിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് അപ്പൻ തന്നെ വിളിക്കുക, ഇരുത്തിയവൻ തന്നെ വിളിക്കുക, വീണ്ടും മക്കളെ മടങ്ങി വാ. ഒരിക്കൽ കൂടെ വിളിക്കുക, അപ്പൻ നിന്നെ ഇരുത്തിയെടുത്തേക്ക്, നീ എന്ത് ചെയ്യേ? മടങ്ങി വാ. ദർശനം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഏലിയുടെ കാലഘട്ടം. ആ ഏലിയുടെ കാലഘട്ടത്തിൽ ഒരു മകനെ ദൈവം വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. എന്തിനാ വിളിച്ചത്? വചനത്തെ കാക്കാൻ, വചനത്തെ കാക്കാൻ. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇന്നും ചില യൗവനക്കാരെ വിളിക്കുവാണ്. ബൈബിൾ എടുത്ത് യൗവനക്കാർ കൈകളെ ഉയർത്തിയാട്ട്. ഓൾ ദ യങ്സ്റ്റേഴ്സ് ആൻഡ് യൂത്ത്, ആമേൻ, ടേക്ക് യുവർ ബൈബിൾ, ഉയർത്തിപ്പിടിച്ചാട്ട്. നിങ്ങളെ നോക്കി മക്കളെ, നിങ്ങളെ നോക്കി, ശമൂവേലായ നിങ്ങളെ നോക്കി. അങ്ങും ഇങ്ങും ഒക്കെ കൈകൾ ഉയർന്നുണ്ടല്ലോ. വിളിക്കുകയാണേ, ഉയർത്തിക്കോ, ഉയർത്തിക്കോ, ഉയർത്തിക്കോ. സഭ നോക്കിക്കേ, എന്തിനാ ശമൂവേലിനെ വിളിക്കുന്നേ? വചനം നഷ്ടപ്പെട്ട, വചനമില്ലാത്ത ഒരു തലമുറയ്ക്ക് വചനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ ശമൂവേലിനെ വിളിക്കുകയാണ്. ഇന്ന് ഇതിനകത്ത് ചിലരെ വിളിക്കുകയാണ്. ആരുണ്ട് വചനം കാക്കാൻ? ആരുണ്ട് വചനം പ്രസംഗിക്കാൻ? ആരുണ്ട് ഈ വചനത്തിന് നിൽക്കാൻ? അവരൊന്ന് പകലൊന്ന് ഉറക്കെ ഹല്ലേലൂയ പറയാവോ? ഒന്നും കൂടെ ശക്തിയോടെ ആ വചനങ്ങൾ ഞാൻ തന്നെ പറയാം. 1 ശമൂവേൽ 3:6, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞ വചനം. ഈ വചനം പിടികിട്ടിയവർ മാത്രം നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇനി ഒടുവിലായി ഒരു വിളിയും കൂടെ നമ്മൾ കേൾക്കാൻ പോവാം. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി അവസാനമായി കരങ്ങളെ വീശി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആദാമിനെ വിളിച്ചു, മോശയെ വിളിച്ചു, ആമേൻ. പിന്നെ ഹല്ലേലൂയ ശമൂവേലിനെ വിളിച്ചു. പിന്നെ ചില വിളിയുടെ പ്രത്യേകത നമ്മൾ കണ്ടു. വിശുദ്ധ വിളി, പരമവിളി, അഗ്നിക്കാൾ ഉള്ളിൽ നിന്നൊരു വിളി. ഇതൊക്കെ നമ്മൾ ഇന്ന് പകൽക്കാലം വളരെ ചുരുക്കമായി ആത്മാവിൽ നമ്മൾ കേട്ടു. അവസാനമായി ഇനി ഒരു വിളിയും കൂടെ കേൾക്കാൻ പോകുന്നു. ഒറ്റ വിളി, ഇവിടെ കയറി വരുവേൻ. ഓ രാമൻ പറഞ്ഞാട്ടെ. ആ വിളി കേൾക്കാൻ കാതുകൾ കൂർപ്പിച്ച് വെച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദം ഇത് പോരാ. അവർ ഉറക്കെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. അവസാനമായി വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം. ഇവിടെ കയറി വരുവേൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദമുണ്ടായി. അതേ മഹാശബ്ദത്തോടെ സഭ കൈകളെ ഉയർത്തി ഹല്ലേലൂയ.
വചനം ഭൂമിയിൽ ദൈവത്തിന്റെ സാക്ഷികളായി 2 പേർ ഭൂമിയിൽ വന്ന് വീഴും അന്ത്യസമയത്ത്. അവരിൽ ഒരാള് ഏലിയാവ്, അടുത്തൊരാള് കമോൺ. ഇവർ 2 പേരും സാക്ഷികളായി ആമേൻ മരണപ്പെട്ട് കിടക്കുന്നത് ലോകമെങ്ങും TV-യിലൂടെ, നിങ്ങളുടെ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ കാണും. അന്നും സ്വർഗം അവരെ മഹാശബ്ദം കേൾപ്പിച്ചാണ് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അതും ലോകമെങ്ങും കാണും. അതും ഇവിടെ കയറി വരുവിൻ എന്ന ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. അവസാനമായി എന്നെ ലോകമെങ്ങും ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സഭയ്ക്കും വേണ്ടി ഞാൻ ആ വചനം വിവരിക്കുകയാണ്. അതേ വിളി വീണ്ടും വിളിക്കാൻ പോകുന്നു. ആരെ നോക്കി? തൻ്റെ സഭയെ നോക്കി. ഒറ്റ വിളി, ഇവിടെ കയറി വരുവിൻ എന്ന വിളി വരുമ്പം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധ മണവാട്ടി സഭ, അവരെയാണ് വിളിക്കുന്നത്. ഒറ്റ പേര്, സഭ. സഭയുടെ പ്രത്യേകത കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്ത നിർമ്മല കന്യക. അവരുടെ മേൽ അവസാനമായി ഒരു വിളി വരാൻ പോകുന്നു. എന്തേത്? ഇവിടെ കയറി വരുവേൻ. ആ വിളിയുടെ മുൻപിൽ എനിക്ക് ചിറകുകൾ വരും. ഓ, എൻ്റെ ദേഹം രൂപാന്തരപ്പെടും, എൻ്റെ മുഖം പ്രകാശിക്കും, എൻ്റെ കണ്ണുകൾക്ക് ശോഭ കൂടും, എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ ഒരു പ്രത്യേക ദൈവകൃപ ഇറങ്ങും. ഈ മർത്യമായത് ഞാൻ ഇവിടെ ഇടും, അമർത്യമായതിനെ ഞാൻ മുട്ടും. എന്നിട്ട് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ ആ ഭവനത്തിലേക്ക് ഞാൻ പറന്നു പോകും. എനിക്ക് 7 വർഷമായിട്ട് ഫിസ്റ്റുല രോഗത്താൽ ഭാരത്താൽ വേദന, ഭയങ്കരമായ വേദനയായിരുന്നു. അത് പഴുത്ത് പൊട്ടുന്ന അവസ്ഥയായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ ഇതിന് മരുന്നൊന്നുമില്ല, ഒരു മരുന്നും തന്നില്ല. ഓപ്പറേഷൻ 5-6 ആശുപത്രി പോയിട്ട് അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണം എങ്കിലേ കുറയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 5-6 വർഷം അങ്ങനെ പഴുത്ത് പൊട്ടി ഞാൻ വേദന സഹിച്ചു കൊണ്ട് നടന്നു. തൽക്കാലം എന്തെങ്കിലും ഓയിൻമെൻറ്റ് എന്തെങ്കിലും എടുത്തിട്ട് അതിലൊന്നും ഒരു സുഖമില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഇവിടെ ഉപവാസ പ്രാർത്ഥനയിൽ വന്നപ്പോഴും പഴുത്ത് പൊട്ടി ഒലിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ പാസ്റ്റർ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ 1 വർഷം കൊണ്ട് 1 മാസത്തിൽ 6-7 പ്രാവശ്യവും പഴുത്ത് പൊട്ടുന്ന അവസ്ഥയായിരുന്നു. വേദന സഹിക്കാൻ പറ്റൂല, വേദന ആകുമ്പോൾ ഉച്ചം തലവരെ വേദനിക്കും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം കുറവുണ്ട്. ഇപ്പം അങ്ങനെ പൊട്ടാറില്ല, അല്ലെങ്കിൽ എപ്പോഴും പഴുപ്പ് വരുന്ന അവസ്ഥയായിരുന്നു. പഴുപ്പും ബ്ലഡും കൂടെ പൊട്ടി ഒലിക്കും. പൊട്ടി കഴിയുമ്പോൾ വേദന മാറും. ഇപ്പം അങ്ങനെ ഇല്ല. ആ രോഗം മാറി. അടുത്ത ഒരു രോഗം കൂടിയുണ്ട്, ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു എന്ന് പറയാനിടയായി. ആണോ? നെഞ്ച് വേദന 1 മണിക്കൂറോളം വേദന ആയിരിക്കും. ഞാൻ സാരാക്കാതെ കൊണ്ടുകിടന്ന് ജോലിയെല്ലാം ചെയ്യുമായിരുന്നു. വേദന എന്നാലും അങ്ങനെ പോകുന്നില്ല ആശുപത്രി. ഒരു ദിവസം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും വേദന കുറയാതെ വന്നു. പപ്പ വീട്ടിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോഴും പറഞ്ഞു, അങ്ങനെ ആശുപത്രിയിൽ പോയി ECG എടുത്തപ്പോഴത്തേക്ക് ഹാർട്ടിൻ്റെ വാല്യൂഷൻ കുറവാണ് എന്ന് പറഞ്ഞ്. പിന്നെ 13 വർഷമായിട്ടുള്ള തൈറോയ്ഡ് അസുഖം ഉണ്ടായിരുന്നു. അതിന് 100 മില്ലിയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇത്തിരി കുറഞ്ഞപ്പോൾ 50 മില്ലിയാക്കി. ഇപ്പോൾ 3-4 മാസം കൊണ്ട് ഞാൻ ഇപ്പം ഗുളിക കഴിക്കുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ നോർമലാണെന്ന് പറഞ്ഞു. ഹാർട്ടിന്റെ അറിഞ്ഞൂടായിരുന്നു. ഒരു പനി വന്നിരുന്നു. 21 ദിവസം ഇവിടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ വർഷം. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ എനിക്ക് ഡോക്ടർക്ക് സംശയം. 2-3 തവണ എന്നെ നല്ല രീതിയിൽ പരിശോധിച്ചു. എക്കോ എടുത്തപ്പോൾ ഒന്നും തെളിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ചക്കര അത്ര ഉണ്ടെന്ന്. എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞ പ്രോബ്ലം? എന്തുവാ? അതിന് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സർജറി ചെയ്യാൻ പറ്റാത്ത ആ റിപ്പോർട്ടുമായിട്ടാണ് ആന്റി ഇവിടെ വന്നത്. ആ റിപ്പോർട്ടും വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം പിന്നെ ആന്റിക്ക് എന്താ സംഭവിച്ചത്? സർജറി ചെയ്താൽ രോഗി ജീവിച്ചിരിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. സർജറി ചെയ്താ അല്ലെ ഒരു സൈഡ് സ്തംഭിച്ചോ അല്ലെങ്കിൽ രക്തസ്രാവം നിൽക്കില്ല. ആന്റി ആ ഒരു വാർത്ത കേട്ടപ്പോൾ ആന്റി എന്തോ തീരുമാനിച്ചു? ഞാൻ വിചാരിച്ചു മരിക്കണേ അങ്ങ് മരിച്ചോട്ട്, ഇത്രയും നാൾ ജീവിച്ചല്ല, പിള്ളേരെ കണ്ട്. ഇനി എനിക്ക് ഒന്നിനും ഒരു ആശയില്ല, റിപ്പോർട്ട് കിട്ടിയ ശേഷമാണോ ആന്റി ഇവിടെ വന്നേ? പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് അതറിയാം. പ്രാർത്ഥന കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചേ, കരങ്ങളെ തട്ടി സ്തുതിച്ചേ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലം, അതായത് മോള് ജനിച്ചപ്പോഴേ തന്നെ മോൾക്ക് രോഗം ഉണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞില്ല. 4-ാം വയസ്സിലാണ് ഞാൻ അത് അറിഞ്ഞത്. ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർ പൂർണ്ണമായിട്ടും പറഞ്ഞു. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും രക്ഷപ്പെടില്ല എന്ന് നമ്മളോട് പറഞ്ഞു. എന്നാലും നമ്മളെ വിശ്വാസം കൊണ്ട് അന്ന് നമ്മളിവിടെ ദൈവത്തെ അറിഞ്ഞു. ഞാനിവിടെ സഭയിൽ വന്നു. നമ്മളെ വിശ്വാസം, കർത്താവിനോടുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ സർജറി ചെയ്തു.
ഇന്ന് അവൾക്ക് 11 വയസ്സുണ്ട്. 11 വയസ്സാവുന്നു. ദൈവം അവളെ ഇത്രത്തോളം സൗഖ്യമാക്കി. എനിക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാനും ഇന്നും ജീവിക്കുന്നു. സിസ്റ്ററുടെ കരളല്ലേ അതെ, അതെല്ലാം ഇങ്ങോട്ട് കൊടുത്തിരിക്കണേ. സിസ്റ്ററോടും പറഞ്ഞിരുന്നു ചില കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന്. ഞാനും കാണും. കാരണം അവിടെ ചെയ്തവർ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് കൊടുക്കുന്ന ആൾക്കും മാറ്റുന്ന ആൾക്കും ഒക്കെ ബുദ്ധിമുട്ടി തന്നെ. അപ്പം അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ചെയ്യരുത്, കുഞ്ഞ് 1 വർഷം കൂടെ വളർത്തിയാൽ മതി, അവിടെ സിസ്റ്ററിന് ഇനി ഒരു കുഞ്ഞ് കിട്ടും, അതുകൊണ്ട് ഇനി ഈ സർജറി ചെയ്യാൻ പോകരുതെന്നെല്ലാം വിലയ്ക്ക്. അപ്പോഴൊക്കെ ചേട്ടൻ പുറത്തായിരുന്നു. അതിനുശേഷം വന്ന് പിന്നെ ഞാൻ ഇവിടെ വന്ന് അതിന് ശേഷം അപ്പോൾ എൻ്റെ വിശ്വാസം തന്നെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ഒത്തിരി കുഞ്ഞുമായിട്ട് ഓടുമായിരുന്നു. ആ സമയത്ത് ബിജു ബ്രദർ അത്ര അങ്ങോട്ട് മുൻപിലല്ലായിരുന്നു. പക്ഷേ ഇപ്പം മുൻപിൽ ഇപ്പോൾ ബിജു ബ്രദറാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. കാരണം ആ ഒരു അവയവം ഇങ്ങോട്ട് മാറുമ്പം ഈ പ്രിയ സിസ്റ്റർക്ക് ജീവന് വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷേ ഇവൾക്കും ഗ്യാരണ്ടി ഇല്ലായിരുന്നു. ആ നിലകളിലാണ്. പക്ഷെ അതിനൊക്കെ ഉള്ള സാമ്പത്തിക സോഴ്സസുകളാണ് ഏറ്റവും വലിയ അത്ഭുതം. ലക്ഷക്കണക്കിന് രൂപ വേണമായിരുന്നു. ഒരു ചെറ്റമാടത്തിൽ കിടന്ന ഈ വീട്ടിനകത്ത് ഇവർക്ക് അതിൻ്റെ വരുമാനമില്ല. പക്ഷെ തക്ക സമയത്ത് സഭയുടെ ഒക്കെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി അത് വളരെ സക്സസ് ആയിട്ട് ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. ചിലതെങ്കിലും പറയാൻ പ്രിയ ബിജു ബ്രദറിന് ഒരു ആവേശം കാണും. അതിൽ 1-2 വാക്കൊന്ന് പെട്ടെന്ന്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. ആമേൻ. 17 ലക്ഷം രൂപ കെട്ടിവെച്ച് ഓപ്പറേഷൻ്റെ തലേ ദിവസം ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത് കെട്ടിവെക്കുന്ന ഉപയോഗമില്ല എന്ന് എൻ്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ കർത്താവിനെ അറിഞ്ഞവനെ വ്യക്തിയല്ല. എൻ്റെ ഭാര്യ ഈ സഭയിൽ വരുമ്പോഴും ഞാൻ മദ്യപാനവും ആയിട്ട് നടന്നൊരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ഭാര്യയെ വിളിക്കുവാൻ വേണ്ടി ഞാൻ മുകളിലത്തെ ടെൻറ്റിൻ്റെ അവിടെ വരുമായിരുന്നു. വന്ന ഒരു സമയത്ത് കുറേ ദിവസങ്ങളായി വന്നു. ഒരു സമയത്ത് ദേവദാസ് ഇങ്ങനെ പറയുന്നു, ആമേൻ, നിന്നെ കൈ ചൂണ്ടിയാണ് പറയുന്നത്. ഞാനാണെന്ന് അറിയുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കുന്നത്, നിന്റെ അമ്മയുടെ ഉദരഫലത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഭജന എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ സഭയിൽ വരും. അങ്ങനെ ഇരുന്ന സമയത്ത് മോള് ഈ അസുഖമായിട്ട് വന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് കരള് എടുക്കുന്ന വ്യക്തി, അതായത് അടുത്തൊരു കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല. അത് മാത്രമല്ല നിങ്ങളത് ചെയ്യില്ല. ഈ രോഗം ബാധിച്ച ഏത് വ്യക്തി ഉണ്ടെങ്കിലും നിങ്ങൾ യേശുവിനെ അറിയുക. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കൂടാതെ തന്നെ എൻ്റെ കർത്താവ് വിടുവിക്കും. അതിന് ശക്തനാണ് എൻ്റെ ദൈവം ശക്തനാണ്. ഏത് ജാതിയായിരുന്നാലും ശരി, ഏത് വ്യക്തിയായിരുന്നാലും ശരി, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയിൽ ഒരു ദൈവദാസന്റെ കൈക്കീഴിൽ നിങ്ങൾ ഇരുന്നാൽ കർത്താവ് നിങ്ങളെ വിടുവിച്ചിരിക്കും. എനിക്ക് നേരെ ഒന്നും പറയാനുള്ള, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിതം ഇനി കർത്താവിന് വേണ്ടി അന്ത്യത്തോളം ജീവിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഭ ഉൾപ്പെടെ ആൻറ്റിയും പാസ്റ്ററും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാലും നിങ്ങളൊന്ന് എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ